നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പശ്ചിമേഷ്യൻ യുദ്ധം കനക്കുന്നു. ആക്രമണം കടുപ്പിച്ച് സംയുക്ത സൈന്യം. ഇറാനിൽ മിസൈൽ വർഷം. ഹിസ്ബുള്ള ജനറലിനെ വധിച്ചു. യുദ്ധം 4 ആഴ്ച നീളുമെന്ന് ട്രംപ്. സമവായ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഇറാനിലെ എംബസി അടച്ച് സ്ഥാനപതിയെ തിരികെ വിളിച്ച് UAE. യൂറോപ്പിലേക്കും ആക്രമണം വ്യാപിപ്പിച്ച് ഇറാൻ. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളം ആക്രമിച്ചു. അമേരിക്കയുടെ F-15 വിമാനം തകർത്തു. വിമാനം വീണത് കുവൈറ്റിൽ. F-15 തകരുന്നത് ചരിത്രത്തിൽ ആദ്യം. കുവൈറ്റിലെ US ബേസിനും എംബസിക്കും നേരെ ഇറാന്റെ ആക്രമണം. ആശങ്കയിൽ ഗൾഫ് രാജ്യങ്ങൾ. ബഹ്റൈനിൽ മുന്നറിയിപ്പ് സൈറണുകൾ. അബുദാബിയിൽ സ്ഫോടനങ്ങൾ. പ്രത്യാക്രമണത്തിന് ഖത്തർ. യുദ്ധവിമാനങ്ങൾ ഒരുങ്ങുന്നു. ഗൾഫിലെ SSLC, +2 പരീക്ഷകൾ മാറ്റി. രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയും കുതിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $82.37. ഓഹരി വിപണിയിൽ വൻ തകർച്ച. സ്വർണത്തിനും വില കുറഞ്ഞു. വിമാന സർവീസുകളിൽ അനിശ്ചിതത്വം തുടരുന്നു. ഗൾഫിലേക്കുള്ള കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കി. യൂറോപ്പിലേക്കുള്ള റൂട്ടുകളിലും അനിശ്ചിതത്വം. കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളും നിലച്ചു. CPM MLA-മാരിൽ MM മണിയും AC മൊയ്തീനും മത്സരിക്കില്ല. ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ. കുന്നംകുളത്ത് M സ്വരാജിനെ പരിഗണിക്കുന്നു. മണലൂരിൽ C രവീന്ദ്രനാഥ് മത്സരിച്ചേക്കും. നെന്മാറയിൽ K ബാബുവിനും ആലത്തൂരിൽ KD പ്രസേനനും പകരക്കാർ വന്നേക്കും. LDF-ൽ ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റില്ല. കോൺഗ്രസിൽ 40 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണ. പാലക്കാട് രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകും. വട്ടിയൂർക്കാവിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം. പ്രഖ്യാപനം പുതുയുഗ യാത്രയ്ക്ക് ശേഷം. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുക്കം പൂർണ്ണം. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. ചോറ്റാനിക്കര മകം തൊഴൽ ഇന്ന്. മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗികാതിക്രമ കേസ്. ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി ലൈംഗികോദ്ദേശത്തോടെ പെരുമാറിയെന്ന് യുവതിയുടെ പരാതി. എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തത് 2022 നടന്ന സംഭവത്തിൽ. സഞ്ജു സാംസന് അഭിനന്ദന പ്രവാഹം. താരങ്ങൾ ചേട്ടൻ പൊളിയാണ് എന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്. വാർത്തകളിലേക്ക് വിശദമായി. ഇറാന് നേരെ US ഇസ്രയേൽ സംയുക്താക്രമണം 3ാം ദിവസത്തിലേക്ക്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ഇറാൻ. ഇറാന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ആശങ്ക തുടരുകയാണ്. അജയ് സുധ ബിജു ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, 4 ആഴ്ച കൂടി ഈ യുദ്ധം നീളാനുള്ള സാധ്യതയാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ പ്രത്യാക്രമണം തുടരുന്നു എന്ന വിവരങ്ങൾ വരുന്നു. എത്രമാത്രം കലുഷിതമാണ് പശ്ചിമേഷ്യ? തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ഈ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇന്ന് രാവിലെ ഉള്ള ഏറ്റവും വലിയ ആശങ്കയോടെ നമ്മൾ നോക്കിക്കേണ്ട കാര്യം ട്രംപിന്റെ പ്രസ്താവന തന്നെയായിരുന്നു. അതായത് ട്രംപ് പറഞ്ഞത് ഇറാൻ പോലെ ഒരു വലിയ രാജ്യത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ യുദ്ധം ഏതാണ്ട് 4 ആഴ്ച വരെ നീളാൻ സാധ്യതയുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അദ്ദേഹം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ വഴിയും അദ്ദേഹത്തിന്റെ പ്രസ്താവന ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 3 അമേരിക്കൻ സൈനികർക്കാണ് ആൾനാശം ഉണ്ടായതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇവരുടെ ജീവന് പകരം ചോദിക്കും എന്നും ട്രംപ് തന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ട്രംപ് ഇത്തരം തിരിച്ചടികളുമായി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില വാർത്തകൾ
ആശ്വാസജനകമായിരുന്നു. അതായത് ഒമാന്റെ നേതൃത്വത്തിൽ ഒരു തുടർ ചർച്ചകൾക്ക് ഇറാൻ ആലോചിക്കുന്നു. അവിടെ ഇന്നലെ വന്ന അലി ലാരിജാനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പുതുതായി ഇത്തരം ചില ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാൻ ആലോചനയിലുണ്ട് എന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അലി ലാരിജാനി പിന്നീട് എക്സ് വഴി പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെ ഇത്തരം വാദങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. അതായത് ഈ ഒരു വാർത്ത തെറ്റാണ്, അമേരിക്കയുമായി യാതൊരുവിധ നയതന്ത്ര ചർച്ചകൾക്കും ഞങ്ങൾ തയ്യാറല്ല, ഒരു തരത്തിലുള്ള നെഗോസിയേഷനും നടക്കില്ല എന്നാണ് അലി ലാരിജാനി പിന്നീട് വ്യക്തമാക്കിയത്. ഇദ്ദേഹം എന്ന് പറയുന്നത് അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രാധാന്യമുണ്ട്. അവിടെ പുതുതായിട്ട് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വന്ന പുതിയൊരു ഭരണകൂടത്തിന് നേതൃത്വം വഹിക്കുന്നത് ഇദ്ദേഹമാണെന്ന് ഉൾപ്പെടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്തരം ഒരു പ്രസ്താവന ഇറാൻ നടത്തിയതോടുകൂടി മേഖലയിലുള്ള സമാധാന ശ്രമങ്ങൾ അത് കൂടുതൽ ഒരു സങ്കീർണമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും ലെബനൻ മേഖലയിലേക്കാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപേ ഇറാഖിലേക്ക് ഇപ്പോൾ പുതുതായി ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയതായിട്ട് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ഇറാഖിലുള്ള അവിടെയുള്ള ഈ കെയ്താബ് ഹെസ്ബുള്ള ഗ്രൂപ്പിന് നേരെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. അവിടുത്തെ തലസ്ഥാനമായിട്ടുള്ള ബാഗ്ദാദിൻ്റെ തെക്കൻ പ്രവിശ്യയിലാണ് ഇത്തരമൊരു ആക്രമണം നടന്നതായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. ഈ കെയ്താബ് ഹെസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആദ്യം ഈ ഇറാന് പിന്തുണയുമായി ചില അമേരിക്കൻ കേന്ദ്രങ്ങളിൽ നേരിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അതിൽ അങ്ങനെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ചെറിയ ആക്രമണങ്ങൾ നടത്തി, എന്നാൽ അത് കൃത്യമായി പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കെയ്താബ് ഹെസ്ബുള്ള ഗ്രൂപ്പ് അത് തീർച്ചയായിട്ടും ഈ ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സായുധ സേനാ സംഘം അത് തീർച്ചയായിട്ടും ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത് ഒരു വലിയ ഭീഷണി തന്നെയാണ്. അപ്പോൾ ഈ മേഖലയിൽ, അതായത് അജയ്, ഈ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തുമ്പോൾ ഇറാന്റെ പോക്സി നെറ്റ്വർക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും നീങ്ങുന്നു എന്നതാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ മേഖലയിൽ അവർക്ക് ഏതൊക്കെ തരത്തിൽ ഭീഷണികൾ ഉണ്ടാകാമോ ആ എല്ലാ ഭീഷണികളെയും എങ്ങനെയൊക്കെ അടിച്ചമർത്തണം ആ രീതിയിലെല്ലാം അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ലെബനനിലുള്ള ഹെസ്ബുള്ള ഗ്രൂപ്പിന് ഇതിനോടകം തന്നെ വലിയൊരു തിരിച്ചടിയാണ് ഇസ്രായേൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇറാഖിലും ഉള്ള ഈ സായുധ സേനാ സംഘങ്ങൾക്ക് നേരെ ആക്രമണം ഇപ്പോൾ നിലവിൽ കടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാഗ്ദാദിൽ ഉൾപ്പെടെ ഈ ആക്രമണം സംഘർഷം വ്യാപിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു തോത് എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജോർദാന്റെ തീരങ്ങളിൽ ഇപ്പോൾ സൈറനുകൾ തുടർച്ചയായി മുഴങ്ങുന്നു എന്ന് പറയുന്ന വാർത്ത ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പുതുതായിട്ട് അവിടെയും ഒരു ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മേഖലയിൽ തന്നെയുള്ള പല പ്രദേശങ്ങളിലേക്കും ഒരു കൈയടക്കി ഒരു വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ തിരിച്ചടി ഇപ്പോൾ ഇന്നലെ മുതൽ തന്നെ നൽകി വരുന്നുണ്ട്. പക്ഷേ ഇറാൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയമായി വലിയൊരു ഒഴിവ് അവിടെയുണ്ട്. ഈ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തെ തുടർന്ന് അവിടെ ഇപ്പോൾ പുതിയൊരു താൽക്കാലിക ഭരണകൂടം വന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു പുതിയ നേതാവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇനി ഈ 3 അംഗ സമിതിക്ക് പുറമെ 88 അംഗങ്ങളുള്ള ഒരു ആത്മീയ സമിതി കൂടി ചേർന്ന് വേണം പുതിയൊരു ആത്മീയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി. പക്ഷേ അത്തരമൊരു ആളുടെ ഗ്യാപ്പ് അവിടുത്തെ നിരവധി ജനങ്ങളെ ഒരു ചോദ്യചിഹ്നത്തിലാക്കിയിട്ടുണ്ട്. അവിടുത്തെ ആർമിയെയും ഒരു എങ്ങനെയൊക്കെ അവർ ഇപ്പോൾ പോരാട്ടം നടത്തുന്നത് അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ലക്ഷ്യമില്ലാത്ത ആക്രമണമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനവാസ മേഖലകളെയും പലതരത്തിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല അറേബ്യൻ രാജ്യങ്ങളിലെയും ഈ ജനവാസ മേഖലയിൽ ഇതിനോടകം തന്നെ ഈ ആക്രമണം നടന്നു കഴിഞ്ഞു. ഇത് തീർച്ചയായിട്ടും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പലയിടത്തും ഇപ്പോൾ ഒമാനിൽ ഇന്നലെ ആക്രമണം നടന്നതാണ്. ഒമാനിലെ ഒരു തീരത്ത്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ ഒമാനിൽ ആക്രമണം നടന്നിട്ടില്ല. അത് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കുവൈറ്റിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നത്. അവിടെ നിരന്തരം സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്രദേശത്തുള്ള സൈപ്രസ് എന്ന് പറയുന്ന ഒരു
ഐലൻഡിൽ നടന്നിട്ടുള്ള ആക്രമണമാണ്. ഇവിടെ ഉള്ളത് UK-യുടെ ഒരു സൈനിക കേന്ദ്രമാണ് ഇവിടെ ഉള്ളത്. UK-യുടെ ഒരു RAF അക്രോത്തിരി എന്ന് പറയുന്ന ഒരു സൈനിക കേന്ദ്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇറാന്റെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അതായത് US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, UK-യുടെ ഒരു സൈനിക കേന്ദ്രവും നിലവിൽ ഈ സൈപ്രസ് ദ്വീപിലുള്ള സൈനിക കേന്ദ്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള ഭരണാധികാരികൾ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവർ തന്നെ എടുത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് അവിടെയുള്ള സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണമല്ല, UK-യുടെ ഒരു സൈനിക ബേസിന് നേരെയുണ്ടായ ആക്രമണമാണെന്ന് പറയുന്നു. ഈ സൈനിക ബേസിന് നേരിയ ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ ഒരു ആൾനാശമോ അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളോ ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഒരു ആശ്വസിക്കാവുന്ന കാര്യമാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ പലപ്പോഴും ഈ രാത്രി സമയത്താണ്, ഇന്നലെ രാത്രി മുഴുവൻ ഈ എയർ സ്ട്രൈക്കുകൾ വ്യാപകമായിട്ട് തന്നെ നടന്നിരുന്നു. ഈ എയർ സ്ട്രൈക്കുകളെ ആകാശത്ത് വെച്ച് തന്നെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു നിലപാടാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ആശങ്ക ശക്തമായി തന്നെ തീർച്ചയായും ആശങ്ക ശക്തമാകുന്ന മണിക്കൂറുകൾ തന്നെയാണ്. യുദ്ധം നീണ്ടുപോകുമെന്ന സൂചനകളാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്നത്. ഏതാണ്ട് 4 ആഴ്ചയോളം എടുക്കുമെന്ന് പറയുമ്പോൾ 1 മാസത്തോളം നീളുന്ന ഒരു യുദ്ധം എന്തായാലും ഉറപ്പാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇറാൻ യാതൊരു തരത്തിലും ഈ ചർച്ചകളിലേക്കില്ല എന്ന സൂചനകൾ കൂടി നൽകുന്നു. ആ തരത്തിൽ വന്ന വാർത്തകളെല്ലാം ഇറാൻ തള്ളിക്കളയുകയാണ്. സാധ്യമായ എല്ലാ തരത്തിലുമുള്ള പ്രത്യാക്രമണത്തിന് ഇറാൻ കൂടി തയ്യാറെടുക്കുന്നതോടുകൂടി യുദ്ധം നീളും എന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഗൾഫ് മേഖലകൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണം, അവിടുത്തെ US കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത്. അതേസമയം ഇറാൻ പ്രോക്സി നെറ്റ്വർക്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നീക്കം ഇസ്രായേലും അമേരിക്കയും ശക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ മുഹമ്മദ് റാദിനെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചു എന്ന റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 31 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 149 പേർക്ക് പരിക്കേറ്റു എന്നും ലബനീസ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് മറ്റ് കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയെയും മറ്റും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ കൂടുതൽ ശക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തങ്ങൾക്ക് ഭീഷണിയായിരിക്കുന്നതെല്ലാം ഒഴിവാക്കുക എന്ന ലക്ഷ്യം ഈ നീക്കത്തിന് പിന്നിലുണ്ടോ എന്ന സംശയം കൂടിയാണ് ഇത് ജനിപ്പിക്കുന്നത്. അജയ്, ഈ യുദ്ധം എത്രമാത്രം നീണ്ടുപോകും എന്നതാണ് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇറാനെ ലക്ഷ്യമിട്ട് തുടങ്ങിയ ആക്രമണം അത് ആ മേഖലയാകെ വ്യാപിപ്പിക്കുന്നത് കൂടി കണ്ടു. ഇറാൻ സഹായത്തോടു കൂടി പ്രവർത്തനങ്ങൾ നടത്തി വന്ന ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ഇത് മേഖലയാകെ വ്യാപിപ്പിക്കുക, ഇസ്രായേലിന് ഭീഷണിയായി നിൽക്കുന്ന എല്ലാവരെയും ഈ ആക്രമണത്തിന് കീഴിലേക്ക് കൊണ്ടുവരിക, അവരോടെല്ലാം പ്രതികാരം ചെയ്യുക എന്ന തലത്തിലേക്ക് കൂടി നീങ്ങുകയാണോ കാര്യങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് പ്രധാനമായിട്ടും ഈ മേഖലയിൽ ഉണ്ടായത്. അതായത് അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖമനയുടെ മരണവും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ നിരന്തരമായിട്ടുള്ള ഒരു അഗ്രഷൻ, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മറുപടി തങ്ങളുടെ പക്കൽ നിന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇസ്രായേലിനെതിരെ അവർ ആക്രമണം നടത്തിയത്. ഇതിൽ ഇസ്രായേലിലുള്ള ചില വ്യോമ കേന്ദ്രങ്ങൾക്കുൾപ്പെടെ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ടെല്ലവീവിന് സമീപം ഉൾപ്പെടെ ഉള്ള പല സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ ഹെസ്ബുള്ളയുടെ ആക്രമണം. പക്ഷേ ഇസ്രായേൽ പറയുന്നത് തങ്ങളുടെ രാജ്യത്ത് മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഹെസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ആക്രമണം ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുണ്ടായി. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന മിസൈലുകളെല്ലാം അപ്പോൾ തന്നെ ന്യൂട്രലൈസ് ചെയ്തു എന്നാണ് ഇസ്രായേൽ ആർമി വ്യക്തമാക്കിയത്. എന്നാൽ ഈ ഹെസ്ബുള്ള മേഖലയിൽ വലിയൊരു പ്രതിസന്ധിയായി, വലിയൊരു ഭീഷണിയായി നിലനിൽക്കുന്നതിനാൽ തന്നെ അവർക്ക് നേരെ തങ്ങൾ ആക്രമണം രൂക്ഷമാക്കും എന്നാണ് ഇസ്രായേൽ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അവർ ഇപ്പോൾ ഇസ്രായേൽ ആർമിയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പുതിയ പ്രസ്താവന അനുസരിച്ച് ഇനി ഞങ്ങൾ ഡിഫെൻസീവ് മെത്തേഡ് ആയിരിക്കില്ല തിരഞ്ഞെടുക്കുന്നത്, ഇനി മുതൽ ഒഫെൻസീവ് മെത്തേഡായിരിക്കും ഹിസ്ബുള്ളയ്ക്ക് നേരെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ലെബനനിൽ പല ഭാഗത്തും ഇസ്രായേലിന്റെ കടുത്ത ആക്രമണം തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും
ഈ ലെബനന്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്ററ്റിൽ ആണ് ആക്രമണങ്ങൾ നടന്നത്. അതുപോലെ തന്നെ ഈ ലെബനന്റെ തെക്കൻ മേഖല വളരെയധികം നിർണായകമാണ്. ഈ തെക്കൻ മേഖലകളിലാണ് അവിടുത്തെ ഗ്രാമപ്രദേശങ്ങൾ ഒരുപാടുള്ളത്. ഈ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഹെസ്ബുള്ള ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അവരുടെ ആയുധപ്പുരകൾ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട നിർണായകമായ ഓഫീസുകൾ എല്ലാം ഈ തെക്കൻ മേഖലയിലുള്ള ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ഇവിടെ ഉൾപ്പെടെ ആക്രമണം നടത്തും. ഗ്രാമങ്ങളിൽ നിന്ന്, തെക്കൻ മേഖലയിലെ ഗ്രാമങ്ങളിൽ നിന്ന് എത്രയും വേഗം ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനുശേഷമാണ് കടുത്ത ആക്രമണം ഈ മേഖലയിലേക്ക് അഴിച്ചുവിട്ടത്. ആക്രമണം നടന്നതിന് പിന്നാലെ ഈ ബെയ്ററ്റിൽ, തലസ്ഥാനമായിട്ടുള്ള ബെയ്ററ്റിൽ കടുത്ത ഗതാഗത കുരുക്കും അനുഭവപ്പെടാൻ തുടങ്ങി. ജനങ്ങൾ കൂട്ടത്തോടെ ഈ ബെയ്ററ്റിൽ നിന്ന് ഇസ്രായേൽ ആക്രമണമെന്ന് കേട്ടപ്പോൾ മുൻ അനുഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഈ ബെയ്ററ്റിലേക്ക് ആക്രമണമെന്ന് കേട്ടപ്പോൾ അവർ കൂട്ടത്തോടെ അവിടെ നിന്ന് പലായനം ചെയ്യാൻ തുടങ്ങി ജനങ്ങൾ. അതോടെ വളരെ വലിയൊരു ട്രാഫിക് അവിടെ ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ ട്രാഫിക് ബ്ലോക്കായി അവിടെ അത്തരം ഒരു വലിയ ഒരു പാനിക് പ്രതിസന്ധി കൂടി അവിടെ ഉണ്ടായി. എന്തായാലും നിലവിൽ അവിടെ നടന്നിട്ടുള്ള ഇസ്രായേലിന്റെ മിസൈൽ വർഷത്തിൽ ആക്രമണത്തിൽ 31 മരണമാണ് ആകെ ലെബനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലെബനന്റെ ആരോഗ്യ മന്ത്രാലയമാണ് ഈ വിവരം പുറത്തുവിട്ടിട്ടുള്ളത്. മൊത്തം 149 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരവുമുണ്ട്. ഈ മരണങ്ങളിൽ 20 പേർ മരിച്ചത് തലസ്ഥാനമായിട്ടുള്ള ബെയ്ററ്റിലാണ്. ബെയ്ററ്റിൽ മാത്രം 91 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, മറ്റ് 11 പേർ മരിച്ചത് ഈ ലെബനന്റെ തെക്കൻ മേഖലകളിലാണ്. തെക്കൻ മേഖലകളിലൊട്ടാകെ 58 പേർക്ക് പരിക്കേൽക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഹെസ്ബുള്ളയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള, അവരുടെ ജനറലായിട്ടുള്ള മുഹമ്മദ് റാദിനെ കൊലപ്പെടുത്തുന്ന ഒരു ചുറ്റുപാടും കൂടി ഉണ്ടായി. എന്നാൽ ലെബനൻ ഭരണകൂടം ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിനെയും അതുപോലെ തന്നെ ഹെസ്ബുള്ളയും തുറന്നെതിർക്കുകയാണ്. രണ്ട് കൂട്ടരെയും എതിർക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ നിലവിൽ ഈ ലെബനൻ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നവാഫ് സൽമാനും അതുപോലെ പ്രസിഡന്റായിട്ടുള്ള ജോസ് എയോണും രണ്ടുപേരും പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൽ ഈ ഹെസ്ബുള്ളയെ തള്ളിക്കളയുകയാണ്. അതായത് ഹെസ്ബുള്ളയുടെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള മിസൈൽ വർഷങ്ങളും അവരുടെ ഈ സംഘർഷത്തിനുള്ള ഒരു ത്വരയും അത് അനാവശ്യമായിട്ട് ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളി നീക്കുകയാണെന്ന് പറയുന്നു. അതുപോലെ ഇസ്രായേൽ അനാവശ്യ അഗ്രഷൻസിലൂടെ മേഖലയിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നും, പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നു. എന്തായാലും ലെബനൻ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ കൂടുതൽ കടുപ്പിക്കുന്നു, ഹിസ്ബുള്ളയെ ലക്ഷ്യമിടുന്നു എന്നതും ആണ് കൂടുതൽ വ്യക്തമാകുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട്. അതേസമയം തന്നെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതുകൂടി നമ്മൾ കാണണം. കുവൈറ്റിലെ അമേരിക്കൻ എംബസിക്ക് നേരെയാണ് ഇന്ന് മിസൈൽ വർഷം ഉണ്ടായിട്ടുള്ളത്. കുവൈറ്റ് ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളാണ് ഇന്ന് കൂടുതലും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയുടെ F-15 യുദ്ധവിമാനം കുവൈറ്റിൽ വെച്ച് ഇറാൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നു വീണ വിമാനത്തിൽ നിന്ന് പൈലറ്റ് രക്ഷപ്പെടുന്ന വീഡിയോ അടക്കമാണ് പുറത്തു വന്നിട്ടുള്ളത്. അമേരിക്കയുടെ F-15 യുദ്ധവിമാനമാണ് തകർന്നു വീഴുന്നത്. പൈലറ്റ് പാരച്യൂട്ട് വഴി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പൈലറ്റിന്റെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുകയാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമാണ് F-15 വിമാനം തകരുന്നത് എന്ന ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. കുവൈറ്റിൽ വെച്ച് ഇറാൻ മിസൈൽ ആക്രമണത്തിലാണ് F-15 തകർന്നത്. തീപിടിച്ച് തകർന്ന് വീണ വിമാനത്തിൽ നിന്ന് പൈലറ്റ് രക്ഷപ്പെടുന്ന വീഡിയോ അടക്കം പുറത്തു വന്നിരിക്കുന്നു. തുർക്കിയിലെ അമേരിക്കൻ സൈനിക താവളത്തിലേക്കും ഇറാന്റെ ആക്രമണം ഉണ്ടായി. തുർക്കിയിലെ അമേരിക്കൻ താവളം ഇറാൻ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇറാൻ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വലിയ തിരിച്ചടിയാണ് ഇറാനെ സംബന്ധിച്ച് നേരിട്ടത്. അവർക്ക് അവരുടെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷം ഇറാന്റെ ശക്തമായ തിരിച്ചടി നടക്കുന്നു എന്നതുകൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അജയ് സുധ തുടരുന്നുണ്ട്.
അജയ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവരുടെ തിരിച്ചടിക്കാനുള്ള ശക്തി പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ ഗൾഫ് മേഖലയെ ലക്ഷ്യമിട്ടാണ് എന്ന് വരുന്നു. കുവൈറ്റിൽ F-15 യുദ്ധവിമാനം ഉൾപ്പെടെ തകർന്ന സാഹചര്യമുണ്ട്. ട്രംപിന് തന്നെ അവരുടെ 3 സൈനിക ഉദ്യോഗസ്ഥരെ നഷ്ടപ്പെട്ടു എന്ന വിവരം പുറത്തുവിടേണ്ടി വരുന്നു. മാത്രവുമല്ല, ഈ യുദ്ധം നീണ്ടു നിൽക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ പറയുമ്പോൾ അവർ ഇറാന്റെ ചെറുത്തുനിൽപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ വിധത്തിൽ ഈ IRGC-യുടെ ഒക്കെ ഒരു ശക്തി പ്രകടനം എന്ന നിലയിലേക്ക് നമുക്ക് ഈ ചെറുത്തുനിൽപ്പിനെ കാണാൻ പറ്റുമോ? ആ നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ കാര്യങ്ങൾ? ഇറാനിൽ വലിയൊരു ഭരണ പ്രതിസന്ധി ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും IRGC എപ്പോഴും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് കാണാൻ സാധിക്കും. അവർക്ക് മൊത്തം 8 ലക്ഷം സൈനികരാണ് അവരുടെ പക്കലുള്ളത്. ഇറാനിൽ നിർബന്ധിത സൈനിക വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ ഇത് കാരണം 6 ലക്ഷം സൈനികർ അവർക്ക് റിസർവ് ഫോഴ്സ് ആയിട്ട് കയ്യിലുണ്ട്. 2 ലക്ഷം സൈനികരാണ് യുദ്ധമുഖത്ത് അവരുടേതായിട്ടുള്ളത്. അതിൽ 1 ലക്ഷം സൈനികർ കരസേനയിൽ മാത്രമായിട്ടുണ്ട്. 10,000 പേർ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിലാണ്. 20,000 പേർ നാവികസേന വിഭാഗത്തിലുമുണ്ട്. അപ്പോൾ ഇവരാണ് ഈ കടുത്ത രീതിയിൽ നിലവിൽ US കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണം പലപ്പോഴും ഈ US-ന്റെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും ആക്രമണം വെച്ച് നോക്കുമ്പോൾ പരിമിതമായിട്ടുള്ള ആക്രമണമാണെന്ന് പറയാമെങ്കിലും ശക്തമായിട്ടുള്ള ചില തിരിച്ചടികൾ US-ന് നൽകാൻ ഇന്നത്തെ ദിവസം ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ കുവൈറ്റിൽ വെച്ച് ഈ F-15 വിമാനം വെടിവെച്ചിട്ട സംഭവം. അത് തീർച്ചയായിട്ടും US-നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഈ 3 സൈനികർ കൊല്ലപ്പെട്ട ഒരു വാർത്ത തന്നെ അത് തീർച്ചയായിട്ടും US-നെ ഒരു ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ്. ഇത് കൂടുതൽ അവരെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിലൊരു F-15 വിമാനം ഈ കുവൈറ്റിന് മുകളിൽ വെച്ച ഈ ഇറാന്റെ മിസൈൽ വെടിവെച്ചിടുന്ന ഒരവസ്ഥയുണ്ടായത്. ഈ വിമാനത്തിന്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു ഈ മിസൈൽ കൊള്ളുകയും ഇത് പിന്നീട് തീ പിടിച്ച് താഴേക്ക് പതിക്കുകയുമായിരുന്നു. ഇതിന്റെ പൈലറ്റ് പിന്നീട് ഈ പാരച്യൂട്ട് വഴി രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് നേരിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു മേഖലയിലുള്ള പ്രധാനപ്പെട്ട US കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, അല്ലാതെ ഉള്ള US-ന്റെ ഈ നയതന്ത്ര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ട്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് കുവൈറ്റിലുള്ള US എംബസിക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണം. US എംബസിയിൽ വലിയൊരു സ്ഫോടനം നടക്കുകയും ഈ തീപടലങ്ങൾ അവിടെ ഉയരുകയും ചെയ്തു. ഇപ്പോൾ US ഇതിനു മുൻപ് തന്നെ അവിടെയുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരത്തിൽ ഈ IRGC-യുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഈ ഓഫീസിലേക്ക് ഇന്ന് വന്നിരുന്നില്ല. ഓഫീസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ആക്രമണം അവിടെ ഉണ്ടായത്. ഇതിനുശേഷം അവിടെയുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ ഈ കുവൈറ്റിലുള്ള US നയതന്ത്ര ഉദ്യോഗസ്ഥർ അവിടേക്ക് ജനങ്ങളോട് പോകരുത്, അമേരിക്കൻ പൗരന്മാർ പരമാവധി കുവൈറ്റിൽ സുരക്ഷിതരായി തന്നെ കഴിയണം, ഈ ബങ്കറുകളിൽ അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ടുകളിൽ എല്ലാം താമസം ഉറപ്പാക്കിയാൽ ഈ മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നെല്ലാമാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, കുവൈറ്റിൽ എയർ അറ്റാക്കും ഇപ്പോൾ വളരെ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിന്റെ ഭരണകൂടം ഈ ആകാശത്ത് വെച്ച് തന്നെ മിക്ക മിസൈലുകളും നിർവീര്യമാക്കി. എന്നാൽ ചില മിസൈലുകളെങ്കിലും പല ഭാഗത്ത് പതിച്ചിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമാണ് കുവൈറ്റിലുള്ള അൽ അഹമ്മദ് റിഫൈനറി സെന്ററിൽ നടന്നിട്ടുള്ള ആക്രമണം. ഈ ആക്രമണത്തിൽ 2 തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. 2 പേരും വിദേശികളാണ്. ഏഷ്യയിൽ നിന്നുള്ള 2 വിദേശികളായിട്ടുള്ള വർക്കേഴ്സിനാണ് ഇവിടെ പരിക്കേറ്റത്. ഈ റിഫൈനറിയിൽ ആക്രമണം ഉണ്ടായതിനു ശേഷം വലിയ തീപിടുത്തം ഉൾപ്പെടെ മേഖലയിൽ നടന്നു. അതിനുശേഷം ഇത് കണ്ടെയ്ൻ ചെയ്ത് ഒരുപാട് പണിപ്പെട്ടാണ് ഇത് ശുദ്ധീകരിക്കാൻ ഉൾപ്പെടെ സാധിച്ചത്. അതുപോലെ തന്നെ ബഹ്റൈനിലേക്ക് നോക്കിയാൽ അവിടെ ഇപ്പോഴും സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോകണമെന്ന് ബഹ്റൈൻ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. യാത്രകൾ പരമാവധി ഒഴിവാക്കണം. എവിടെയെങ്കിലും യാത്രയിൽ അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിലാണെങ്കിൽ അടിയന്തരമായി തൊട്ടടുത്തുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മടങ്ങണം എന്നാണ് ബഹ്റൈൻ ഭരണകൂടം ജനങ്ങളോട് പറഞ്ഞത്. അതുപോലെ അബുദാബിയിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ദോഹയിലും സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും അതുപോലെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈപ്രസിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം. സൈപ്രസിൽ US-ന്റെ കേന്ദ്രമല്ല, എന്നാലും അവിടെയുള്ള UK-യുടെ ഒരു സൈനിക കേന്ദ്രത്തിൽ ആക്രമണം നടന്നിട്ടുണ്ട്. UK-യുടെ RAF അക്രോത്തിരി എന്ന് പറയുന്ന കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ ആക്രമണം നടന്നത്. ഇത്തരത്തിൽ ഈ ആക്രമണം IRGC വ്യാപിപ്പിക്കുന്ന ഘട്ടത്തിൽ US-നോടൊപ്പം ചേർന്ന് ഈ ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള
ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ ഒരു സംയുക്ത പ്രസ്താവനയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഇറാൻ എത്രയും പെട്ടെന്ന് ഈ ആക്രമണങ്ങൾക്ക് അറുതി കൊണ്ടുവരണം, ഇത് അവസാനിപ്പിക്കണം എന്നൊരു സംയുക്ത പ്രസ്താവന കൂടി പുറപ്പെടുവിക്കുന്ന അവസ്ഥയുണ്ട്. അതായത് ഈ ഗൾഫ് രാജ്യങ്ങൾ US-നോടൊപ്പം ഒന്നിച്ച് ഒരു സംയുക്ത പ്രസ്താവന കൂടി പുറത്തിറക്കിയതോടെ ഇറാൻ ഈ വിഷയത്തിൽ മൊത്തത്തിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ കൂടി നമുക്കിതിൽ കാണാൻ സാധിക്കും. തീർച്ചയായും സൈപ്രസിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് യൂറോപ്യൻ യൂണിയന്റെ എതിർപ്പിന് കൂടി വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. UK ഫോറിൻ സെക്രട്ടറി ഉൾപ്പെടെ ഇറാനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇറാൻ ആ മേഖലയിലാകെ ഒറ്റപ്പെടുന്നു എന്നൊരു സാഹചര്യമാണ്. ഇറാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും പകരമായി ഗൾഫ് രാഷ്ട്രങ്ങൾ ലക്ഷ്യമിട്ടതോടുകൂടിയാണ് ആ മേഖലയിൽ നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പ് ഇറാനെതിരെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ ഇറാൻ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ ലക്ഷ്യമിടുന്നത് അമേരിക്കയെ ആയിരിക്കില്ല എന്ന സൂചനകൾ നൽകിയതാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലെ അമേരിക്കൻ ക്യാമ്പുകൾ ആക്രമിച്ച് അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്താം എന്നതായിരുന്നു ഇറാന്റെ ചിന്ത. എന്നാൽ അത് ഇറാന് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതമായി മാറുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളുടെ വികാരം എതിരാവുകയും ഇറാൻ മേഖലയിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഇറാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. അമേരിക്കയ്ക്കെതിരായ ഒരു വികാരം, പൊതുവികാരം ഉയരും എന്ന തോന്നലായിരുന്നു ഇതിന് ഇറാനെ പ്രേരിപ്പിച്ചതെങ്കിൽ അതിപ്പോൾ ഇറാന് തന്നെ എതിരാകുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇറാനെതിരായ വികാരം ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നു. തങ്ങളുടെ അന്താരാഷ്ട്ര നിയമങ്ങൾ ഒക്കെയും ലംഘിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നതിനെതിരെ വലിയ വികാരമാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഉയരുന്നത്. അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലെ അമേരിക്കൻ എംബസിക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ എതിർപ്പിനിടയിലും ഇറാനെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നതാണ്. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ കുവൈറ്റിൽ കണ്ടത്. അമേരിക്കയുടെ F-15 യുദ്ധവിമാനം കുവൈറ്റിൽ വെച്ച് ഇറാൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നു. മറ്റ് ചില വിമാനങ്ങൾക്ക് കൂടി കേടുപാടുകൾ വരുത്തി എന്ന ഒരു അവകാശവാദം ഇറാന്റെ ഭാഗമായി ഉയരുന്നുണ്ട്. പക്ഷേ F-15 എന്നത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. മറ്റ് അവകാശവാദങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇല്ല. ഭീകര രാഷ്ട്രങ്ങൾക്കെല്ലാം മുന്നറിയിപ്പുമായിട്ടാണ് ഖമനയുടെ വധത്തിന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു നീങ്ങുന്നത് എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലബനനിലൊക്കെ നടത്തുന്ന ആക്രമണം സൂചിപ്പിക്കുന്നത് അതാണ്. സർക്കാരിനെതിരെ രംഗത്തിറങ്ങാൻ ബലൂജികൾക്ക് ആഹ്വാനം നൽകിയ ഇസ്രയേൽ പ്രധാനമന്ത്രിയെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പാകിസ്ഥാനെയും ഉന്നമിട്ടുകൊണ്ടാണ് ഈ ചർച്ചകൾ ഉയരുന്നത്. പാകിസ്ഥാനിലും ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആഹ്വാനമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വലിയ സജീവമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലെയിനർ കാണാം. ഈ മാജിക് വാൾ ഇപ്പോൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റ്. ഇതിൽ അദ്ദേഹം ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ അദ്ദേഹം വ്യക്തമായി ഈ ഇറാനിലുള്ള എല്ലാ വിഭാഗം ഒരു എത്നിക് ഗ്രൂപ്പുകളെയും അദ്ദേഹം പരാമർശിച്ച് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും അപ്പോൾ ഇതിലെ അവസാന വരി നോക്കുകയാണെങ്കിൽ ഓ സിറ്റിസൺസ് ഓഫ് ഇറാൻ, പാരിസ്, കുർസ്, അസറീസ്, അഹ്വാസീസ് ആൻഡ് ബലൂജീസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ബലൂജിസിൻ്റെ കാര്യമാണ് ഒരു നിർണായകമായിട്ടുള്ളത്. മറ്റെല്ലാ എത്നിക് ഗ്രൂപ്പുകളും അവിടെ തന്നെ ഉള്ളതാണ്. പാർസീസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ കുർസ് പിന്നെ അതിൻ്റെ പിന്നാലെ വരും. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും കൂടുതലുള്ള മറ്റ് ഗ്രൂപ്പുകളെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഈ ബലൂജുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറാനിൽ ആകെപ്പാടെ ബലൂജുകളുള്ളത് വെറും 2% മാത്രമാണ്. മറ്റു ഭൂരിഭാഗം ഒരു ബലൂചിസ്ഥാൻ്റെ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ബലൂച്ച് വംശജർ ഏറ്റവും കൂടുതലായിട്ടുള്ളത് പാകിസ്ഥാനിലാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലൂടെ ഇസ്രായേൽ വ്യക്തമാക്കുന്ന അവരുടെ ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് തങ്ങൾ ഈ ആഹ്വാനം ചെയ്യുന്നത് അത് ഇസ്രായേലിലുള്ള ഒരു ഭരണമാറ്റം മാത്രമല്ല, ഇത്തരത്തിലുള്ള എല്ലാ അടിച്ചമർത്തലുകൾക്കും എതിരെയാണ് തങ്ങളുടെ നിലപാട് എന്നതുകൂടിയാണ് ഇസ്രായേൽ ഇതുവഴി പറഞ്ഞു വെക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിലൂടെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിരന്തരം പാകിസ്ഥാനിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നിരന്തരം ഈ ബലൂച്ച് വിഭാഗക്കാർ അവിടെയുള്ള സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ, അതിനുശേഷം ഈ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും കൊണ്ട് ഫലമില്ല എന്നായപ്പോൾ അവിടെ ഈ ബലൂച്ച് ലിബറേഷൻ ആർമി എന്നൊരു സംഘടന രൂപീകരിച്ച് ഇപ്പോൾ സർക്കാരിനെതിരെ ഒളിയുദ്ധങ്ങൾ നടത്തുന്നു. ഇപ്പോൾ അടുത്തിടെയാണ് അവിടെ പല നഗരങ്ങളിലും ഈ ആക്രമണം നടത്തി അവിടെ പല സൈനികരെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു അവസ്ഥ അടക്കമുണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബലൂച്ച് വംശജരെ കൂടി ചേർത്ത് നിർത്തുന്നതിലൂടെ ഇത്തരത്തിൽ ഇറാനെതിരെ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽ ഉള്ള ജനങ്ങൾ അടിച്ചമർത്തലുകൾ നേരിടുന്ന
എല്ലാ പ്രദേശങ്ങളെ തങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നൊരു നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. പിന്നെ പാകിസ്ഥാനുമായി ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ചരിത്രപരമായി തന്നെ അവർക്ക് പാകിസ്ഥാനുമായി വലിയ ഒരു നയതന്ത്ര ബന്ധം ഒന്നും അവർ ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നയതന്ത്ര ബന്ധമോ അല്ലെങ്കിൽ ഇന്ത്യയുമായി ഉള്ളതുപോലെ ഒരു സുഗമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമല്ല ഒരിക്കലും പാകിസ്ഥാനുമായിട്ടുള്ളത്. ഒരു സംഭവം കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് ഇപ്പോൾ ട്രംപിൻ്റെ ഈ ബോർഡ് ഓഫ് പീസിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഗാസ വിഷയത്തിൽ മധ്യസ്ഥത ചർച്ചകൾക്ക് നിന്നുകൊണ്ട്, അതായത് ഈ ഗാസയും ഇസ്രായേലിനെയും തമ്മിൽ മധ്യസ്ഥത ചർച്ചകൾ വഹിച്ചുകൊണ്ട് അവിടെ ഒരു ഭരണമാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ പ്രതിനിധികളെ വിളിക്കാം എന്നൊരു ട്രംപിൻ്റെ നിർദ്ദേശത്തോട് ഇസ്രായേൽ ഒരു അനുകൂല നിലപാടല്ല സ്വീകരിച്ചത്. അവിടെ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് പാകിസ്ഥാനിലെ സേനയെ വിളിക്കുന്നത് അത് ഇസ്രായേൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ മീറ്റിങ്ങിൽ ഈ രണ്ട് രാജ്യങ്ങളെ കൂട്ടിയിരുത്തിക്കൊണ്ടുള്ള ഒരു മീറ്റിങ്ങിന് പാകിസ്ഥാനെ ക്ഷണിച്ചപ്പോൾ ഇസ്രായേൽ അത് വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്ത് അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ എപ്പോഴും ഒരു ഭിന്നതയുണ്ട്. അതൊരിക്കലും ഒരു പരസ്യ പോരിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും പല സമയങ്ങളിൽ ഈ ഭിന്നത രൂക്ഷമായി തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് ഈ ബലൂജികളുടെ കാര്യം കൂടി ഈ പ്രസ്താവിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഈ ബലൂജികളെ അവിടെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം പോലുമില്ല. കാര്യം ഈ ഇറാനിലെ ഏറ്റവും കൂടുതലുള്ള വിഭാഗം പേർഷ്യൻസ് ആണ്. അതുപോലെ മറ്റു വിഭാഗങ്ങളും അവിടെ ഒരുപാടുണ്ട്. ഈ ബലൂജികൾ ഉള്ളത് വെറും 2% മാത്രമാണ്. അവരെ മെൻഷൻ ചെയ്താലും മെൻഷൻ ചെയ്തില്ലെങ്കിലും അവർക്കൊരിക്കലും അവിടെയുള്ള ഭരണമാറ്റത്തിലോ അവിടെയുള്ള അധികാര ചക്രത്തിലോ വലിയൊരു കാര്യമായ സ്വാധീനമില്ല. പക്ഷേ അവർക്ക് സ്വാധീനമുള്ള മേഖല പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനും കൂടി ഒരു വ്യക്തമായ സന്ദേശം, അതായത് പാകിസ്ഥാന് മാത്രമല്ല തങ്ങൾക്കെതിരെ തിരിയുന്ന എല്ലാ ശക്തികൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇതിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഈ മറ്റ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ ഈ സാഹചര്യങ്ങൾ കൂടി പ്രയോജനപ്പെടുത്താനുള്ള നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ആ ആഹ്വാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലായിടത്തെയും ഇതുപോലെയുള്ള ആഭ്യന്തര സംഘർഷങ്ങളിൽ ഇടപെടാനും അത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായി കൂട്ടിക്കെട്ടാനുമുള്ള ഒരു നീക്കം കൂടിയാണ് നടക്കുന്നത്. ഇപ്പോൾ കുവൈറ്റിൽ F-15 തകർന്നു വീണ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ ആക്രമിക്കപ്പെട്ടു എന്ന വിവരം കൂടിയാണ് കുവൈറ്റിൽ നിന്ന് പുറത്തുവരുന്നത്. സെവറൽ US warplanes crashed in കുവൈറ്റ് എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിഫൻസ് മിനിസ്ട്രി തന്നെ അക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. കുവൈറ്റ്സ് ഡിഫൻസ് മിനിസ്ട്രി സെയ്സ് സെവറൽ US warplanes have crashed in the country എന്നതാണ് വാർത്തകൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ കുവൈറ്റ് കേന്ദ്രമാക്കി ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നു, അവിടെ തിരിച്ചടിയും നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതുകൂടി നമ്മൾ കാണണം. നേരത്തെ വന്ന സമവായത്തിലേക്കുള്ള നീക്കങ്ങൾ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയതായിട്ടുള്ള വാർത്തകളൊക്കെ ഇറാൻ തന്നെ തള്ളിക്കളയുകയാണ്. അത്തരം വാർത്തകളില്ല. ഇറാൻ മാരകമായ അല്ലെങ്കിൽ സാധ്യമായ തരത്തിലുള്ള തിരിച്ചടികൾക്ക് തയ്യാറെടുക്കുന്നു. അത് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് തങ്ങളുടെ അവകാശമാണ്, തിരിച്ചടിക്കുള്ള അവകാശമാണ് എന്നതാണ് ഇറാൻ വ്യക്തമാക്കിയിരുന്നത്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള സാധ്യമായ തരത്തിലുള്ള തിരിച്ചടിക്ക് ഇറാൻ തയ്യാറെടുക്കുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. അതിൽ കുവൈറ്റ് ഒരു പ്രധാനപ്പെട്ട ഇടമായി മാറുന്നു. കുവൈറ്റ് കേന്ദ്രീകരിച്ച് അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ തകർക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. പക്ഷേ കുവൈറ്റിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. F-15 വെടിവെച്ചിട്ടു എന്ന അവകാശവാദത്തിന് പിന്നാലെയാണ് കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ US warplanes crashed എന്ന തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൂടി പുറത്തുവിടുന്നത്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യമാണുള്ളത്. മേഖലയിൽ ഏതാണ്ട് 1 കോടിയോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുണ്ട്. അവരെ സംബന്ധിച്ചുള്ള ആശങ്കകൾ കൂടി കടുക്കുകയാണ്. പല ഗൾഫ് മേഖലകളും ഈ രീതിയിലുള്ള വലിയ ജാഗ്രതയിലൂടെയാണ് കടന്നു പോകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോകും എന്ന സൂചന വരുമ്പോൾ അത് ഇന്ത്യ എന്ന രാഷ്ട്രത്തെയും വളരെ ഗുരുതരമായി ബാധിക്കും എന്നതാണ് വ്യക്തമാകുന്നത്. എണ്ണവില വർധനവിനൊപ്പം തന്നെ രാജ്യത്തെ കയറ്റുമതിയെയും ഈ സംഘർഷം ബാധിക്കാനുള്ള സാഹചര്യമാണ്. ഗുരുതര പ്രതിസന്ധി ഈ മേഖലകളിലാകെ ഈ യുദ്ധം നീണ്ടുപോയാൽ ഉണ്ടാകും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൂടി കാണാം.
ഒരു ദീർഘകാലത്തേക്ക് സാമ്പത്തികമായി ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിൽ നടക്കുന്ന സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിൽ നടക്കുന്ന ആക്രമണങ്ങൾ. അതായത് ഇതുവഴിയുള്ള ഒരു കപ്പൽ ഗതാഗതം നിലച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലേക്കുള്ള ഒരു സാധനങ്ങളുടെ എക്സ്പോർട്ടിനെയും ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു ഇമ്പോർട്ടിനെയും അത് സാരമായി തന്നെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ ഒരു പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുന്ന ഒരു സാധനങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം എണ്ണ തന്നെയാണ്. എണ്ണ ഒരു വലിയ ഒരു വിഭാഗമായിട്ടുള്ള സാധനങ്ങളാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത എണ്ണയുടെ ഏതാണ്ട് 50% ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വന്നിട്ടുള്ളത്. ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, അത് ഒരു അസാമാന്യമായി ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാനും അത് ഇന്ത്യയിലുള്ള പെട്രോളിയം വസ്തുക്കൾക്കുള്ള വിലയിൽ ഉൾപ്പെടെ സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു കയറ്റുമതിയെയും ഇത് വലിയ തരത്തിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കയറ്റുമതി നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും ഈ അരി ഉൽപ്പന്നങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ബസുമതി അരിയുടെ കയറ്റുമതിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അരി അത് വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബസുമതി അരിയുടെ 25% കയറ്റുമതി ചെയ്യുന്നത് ഇറാനിലേക്കാണ്. അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇത്തരത്തിൽ കയറ്റുമതി നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ. അത് മാത്രമല്ല, മറ്റ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. മറ്റ് ഈ പെട്രോളിയം റിഫൈനറി ഉൽപ്പന്നങ്ങൾ അത് കയറ്റി അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽസ്, അതുപോലെ മറ്റ് കെമിക്കൽസ്, പിന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, പിന്നെ ആഭരണങ്ങൾ ഒരു വലിയ പങ്കാണ്. അത് UAE-യിലേക്ക് അടക്കം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. UAE ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു ഒരു ആഭരണ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ആഭരണങ്ങൾ UAE-യിലേക്ക് ഇന്ത്യ പ്രതിവർഷം കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഈ ആഭരണ വിപണിയെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നിരവധി ഇന്ത്യക്കാരടക്കം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മോഡൽ ആഭരണങ്ങൾ, ഇത്തരം വസ്തുക്കൾ, ജെംസ്, അതിനൊക്കെ ഒരുപാട് ആവശ്യക്കാർ അവിടെയുണ്ട്. അപ്പോൾ ഇതുവഴിയുള്ള ഒരു ഗതാഗതം അത് നിലയ്ക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വലിയ പ്രതിസന്ധി വരും. അജയ്, സുധ, ബിജു ആണ്. എങ്ങനെയാണ് ഈ യുദ്ധം നീണ്ടുപോയാൽ അത് ഇന്ത്യയെ ബാധിക്കുക എന്നതാണ്. സർവ്വമേഖലകളിലും പ്രതിസന്ധി ഉണ്ടാകും. ഇന്ത്യയെ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളെ ആകെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് നീളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോയാൽ അത് എണ്ണവില വർധനയായിരിക്കും ആദ്യം ഉണ്ടാക്കുക. എണ്ണവില വർധനയ്ക്കൊപ്പം തന്നെ രാജ്യത്ത് വിലക്കയറ്റം ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പച്ചക്കറി മുതൽ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. കയറ്റുമതിയെ ബാധിക്കും. അങ്ങനെ സാമ്പത്തിക മേഖലയെ ആകെ വലിയ ഗുരുതര പ്രതിസന്ധിയിലേക്ക് ഈ യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യം കൊണ്ടുചെന്നെത്തിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. അത് ഇന്ത്യയുടെ മാത്രം സാഹചര്യമല്ല, എല്ലാ ലോകരാഷ്ട്രങ്ങളെയും ബാധിക്കും. ഈ കടലിടുക്കൊക്കെ, ഹോർമുസ് കടലിടുക്കൊക്കെ കൂടുതൽ ദിവസം അടച്ചിട്ടാൽ അത് ചൈനയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ചൈന ഇത് ഒരു ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങണം, സീസ് ഫയർ ഉടൻ വേണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു ചൈനീസ് പൗരൻ കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. അങ്ങനെയുള്ള ഇടപെടലുകളും ആവശ്യങ്ങളും ഉയർന്നു വരികയാണ്. ആഭ്യന്തരമായി അമേരിക്കയിലും അത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് US കോൺഗ്രസിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ചയാകാൻ പോകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡെമോക്രാറ്റുകൾ ഉൾപ്പെടെ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്നും ഷാർജ വഴി കുവൈറ്റിലേക്ക് പോവുകയായിരുന്ന എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരായ 3 മലയാളികൾ ഉൾപ്പെടെയുള്ള 8 ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയിരുന്നു. അവർ പാലക്കാട് നിന്നുമുള്ള മലയാളികളാണ്. പാലക്കാട് കൊടുമ്പും സ്വദേശി കൃഷ്ണദാസ്, നഗലൂർ ഭാര്യ ഡോക്ടർ രശ്മി മേനോൻ, എറണാകുളം കാലടി സ്വദേശിനി മകൾ സ്മൃതി മേനോൻ, 3 വയസ്സുള്ള മകൾ സ്മൃതി മേനോൻ എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നത്. വി അരുൺ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഇന്നലെ കറാച്ചിയിലുണ്ടായ പ്രതിഷേധങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇവർക്ക് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നത് മനസ്സിലാകുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ? അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വിജയം കാണുകയാണ്. ഇന്നലെ
ഇന്ന് ഉച്ചയ്ക്ക് 12:00 അവർ ശ്രീലങ്കയിൽ വിമാനമാർഗം പാകിസ്ഥാനിൽ നിന്ന് വിമാനമാർഗം കൊളംബോയിലെത്തി. ഇന്ന് അർദ്ധരാത്രി നാളെ പുലർച്ചെ 3-ാം തീയതി പുലർച്ചെ അവർ ശ്രീലങ്കൻ എയർവേസിന്റെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിക്കും. അവിടെ നിന്ന് കൊച്ചിയിലേക്കും അവർ എത്തും. അതായത് അവരെ സുരക്ഷിതരായി ശ്രീലങ്കയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വരാനുള്ള വിമാനം കാത്താണ് അവർ ഇന്ന് ശ്രീലങ്കയിൽ തുടരുക. അവരെ വലിയ ആശങ്ക ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഈ യുദ്ധ സാഹചര്യത്തിനിടയിൽ പാകിസ്ഥാനിൽ കുടുങ്ങിപ്പോയ 3 മലയാളികൾ. അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് ഷാർജ വഴി കുവൈറ്റിലേക്ക് പോവുകയായിരുന്ന എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരായിരുന്നു ഇവർ. പാലക്കാട് കൊടുമ്പ് സ്വദേശി കൃഷ്ണദാസ് നാഗലൂർ, ഭാര്യ ഡോക്ടർ രശ്മി മേനോൻ, 3 വയസ്സുള്ള മകൾ സ്മൃതി മേനോൻ ഇവരുൾപ്പെടെ 8 ഇന്ത്യൻ പൗരന്മാരാണ് പാകിസ്ഥാന്റെ കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. സംഘർഷ സാഹചര്യത്തെ തുടർന്ന് വിമാനം പാത മാറ്റുകയും കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായത് ലാൻഡ് ചെയ്യുകയുമായിരുന്നു. മലയാളി യാത്രക്കാർ കുവൈറ്റിൽ നിന്നുള്ള ലോ കേരള സഭ അംഗം വഴി ആണ് നോർക്ക റൂട്ട്സിനെ ബന്ധപ്പെട്ടത്. അതിനടിസ്ഥാനത്തിൽ നോർക്ക വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെടുകയും അവിടെ പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഒരുങ്ങിയത്. പാകിസ്ഥാനിൽ നിന്ന് വിമാനമാർഗം അവർ കൊളംബോയിൽ എത്തിക്കഴിഞ്ഞു. നാളെ പുലർച്ചെ അവർ അവിടെ നിന്ന് ഡൽഹിയിലേക്ക് എത്തും. അവിടെ നിന്ന് കൊച്ചിയിലേക്കും അവർ നാളെ വൈകുന്നേരത്തോടുകൂടി തന്നെ എത്തും. ആ രീതിയിലാണ് അവരുടെ റൂട്ട് ഇപ്പോൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും പാകിസ്ഥാനിൽ കുടുങ്ങിക്കിടന്ന 3 മലയാളികൾ അവരെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നീങ്ങുന്നു എന്ന വിവരമാണ് വി അരുൺ പങ്കുവച്ചിരിക്കുന്നത്. അവർ സുരക്ഷിതമായി കൊളംബോയിൽ എത്തിയിരിക്കുന്നു. ഇനി അവിടെ നിന്ന് ഡൽഹിയിലേക്കും അവിടെ നിന്ന് കൊച്ചിയിലേക്കും അവരെ എത്തിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്നലെ നമ്മളോട് ന്യൂസ് 8 ഉൾപ്പെടെ അവരുടെ സംഭാഷണം നമ്മൾ പുറത്തുവിട്ടതാണ്. വലിയ രീതിയിലുള്ള ഒരു ആശങ്ക അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ അത് നീങ്ങിയിരിക്കുന്നു. അവർ സുരക്ഷിതരായി കൊളംബോയിൽ എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കും. നാളെയോടുകൂടി അവർ കേരളത്തിൽ എത്തും എന്നതാണ് മനസ്സിലാകുന്നത്. കൊച്ചിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ സൈനിക നടപടികൾ നടത്താനുള്ള ട്രംപിന്റെ നീക്കം അത് നിയന്ത്രിക്കാനുള്ള പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടത്തണമെന്ന ആവശ്യം അമേരിക്കയിൽ ശക്തമായിരിക്കുകയാണ്. ഡെമോക്രാറ്റുകളടക്കം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ നീക്കം തടയാൻ പെന്റഗൺ ശ്രമവും നടത്തുന്നുണ്ട്. നാളെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിലുള്ള സംഘം US കോൺഗ്രസിൽ ആക്രമണ സാഹചര്യം വിശദീകരിക്കും. ദേശീയ സുരക്ഷാ കൗൺസിലിലെ സ്റ്റാഫിനെ ഇക്കാര്യം അറിയിച്ചതായും പെന്റഗൺ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രംപിനെ തിരുത്താനുള്ള നടപടികൾ അമേരിക്കയിൽ സാധ്യമാകുമോ എന്നതാണ് അറിയേണ്ടത്. മറ്റ് അംഗീകാരങ്ങളൊന്നുമില്ലാതെ തന്നെ ട്രംപ് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ, എടുത്തുചാടിയുള്ള നടപടികൾ, അതിനെതിരെ പ്രമേയം പാസാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടത്തണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. ഡെമോക്രാറ്റുകൾ ഉൾപ്പെടെ ആ ആവശ്യം ഉന്നയിക്കുന്നു. ഇതിൽ എന്ത് നടക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ട്രംപിന്റെ നേതൃത്വത്തിൽ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേറ്റ ട്രംപ് 2ാം വരവിൽ ഏതാണ്ട് 6 രാഷ്ട്രങ്ങൾക്കെതിരെ ഈ ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന് കാരണമായി മയക്കുമരുന്നും ലഹരി ബിസിനസ്സും മറ്റും ഒക്കെയാണ്, ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെയാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു കടന്നുകയറ്റമായി തന്നെ നമുക്ക് ട്രംപിന്റെ നടപടികളെ കാണാൻ കഴിയും. അതിന് ആഭ്യന്തരമായി തന്നെ വിമർശനങ്ങൾ ട്രംപിന് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രമേയം പാസാക്കാനുള്ള നീക്കം കൂടി അവിടെ നടക്കുന്നത്. ട്രംപിന്റെ മറ്റൊരു യുദ്ധം സാമ്പത്തിക യുദ്ധമായിരുന്നു. താരിഫുകൾ ഉയർത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ ട്രംപ് നടത്തിയ താരിഫ് യുദ്ധത്തിൽ അവിടെ പരമോന്നത കോടതിയിൽ നിന്ന് തന്നെ ട്രംപിന് തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊരു ജനാധിപത്യത്തിന്റെ വിജയമായാണ് എല്ലാവരും കണ്ടിരുന്നത്. സമാനമായ നിലയിൽ ട്രംപിന്റെ ഈ യുദ്ധക്കൊതിയിലും വലിയ രീതിയിലുള്ള ഒരു തിരുത്തലിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് ആ രീതിയിലുള്ളൊരു പ്രമേയം പാസാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി സംസ്ഥാനത്തെ വിമാന സർവീസുകളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ റിയാദിൽ നിന്നുള്ള ഫ്ലൈനാസ്, മസ്കറ്റിൽ നിന്നുള്ള സലാം എയർ എന്നിവ മാത്രമാണ് കരിപ്പൂരിലേക്കും തിരികെ മസ്കറ്റിലേക്കും റിയാദിലേക്കും സർവീസ് നടത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് 20 സർവീസുകൾ റദ്ദാക്കി. രാവിലെ കുവൈറ്റ്, ഷാർജ, റിയാദ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദു ചെയ്തു. സംഘർഷം തുടങ്ങിയ ശേഷം 65ഓളം സർവീസുകളാണ് ഇതുവരെ തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയിട്ടുള്ളത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 44 വിമാന സർവീസുകൾ റദ്ദാക്കി. കൊച്ചിയിലേക്ക് എത്തേണ്ട 38 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഇതിനിടെ കൊല്ലം പോർട്ടിൽ ചരക്ക് കപ്പൽ അടുപ്പിച്ചു. ഹോങ്കോങ്ങിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോയ കപ്പലാണ് കൊല്ലം പോർട്ടിൽ അടുപ്പിച്ചത്. പോർട്ടിൽ നങ്കൂരം ഇടുന്നതിന് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഈ കപ്പൽ അവിടെ അടുപ്പിക്കുകയും നങ്കൂരമിടുകയും ചെയ്തു.
പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ SSLC+2 പരീക്ഷകൾ മാറ്റിവെച്ചു. ഗൾഫിലെ SSLC മാർച്ച് 5 പരീക്ഷയും ഹയർ സെക്കൻഡറി മാർച്ച് 5, 6, 7 തീയതികളിലെ പരീക്ഷയുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. കേരളത്തിലെ SSLC+2 പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. ഗൾഫിൽ പിന്നീട് പ്രത്യേകം ചോദ്യപേപ്പർ വെച്ച് പരീക്ഷ നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന. സാധാരണ കേരളത്തിൽ നടക്കുന്ന അതേ ദിവസം തന്നെയാണ് ഗൾഫിലെ സ്കൂളുകളിലും പരീക്ഷ നടത്താറുള്ളത്. നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ നിലപാട് സംബന്ധിച്ച രേഖകൾ ബോർഡ് ആസ്ഥാനത്ത് കാണാനില്ല. മുൻ നിലപാട് അറിയാൻ അന്നത്തെ അഭിഭാഷകനെ ബന്ധപ്പെടാൻ ബോർഡ് തീരുമാനിച്ചു. യോഗങ്ങൾക്ക് ശേഷം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നു. നമ്മളൊരു കമ്മിറ്റിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഏപ്രിൽ 14 ശബരിമലയിലെ ഭാവിയിലെ വികസനങ്ങളും കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളും എല്ലാം വരുത്താൻ അവിടെ തന്നെ ഫെസ്റ്റിവൽ ഓഫീസ് ഏപ്രിൽ 14 തുടങ്ങും. ബോർഡിന്റെ ചില പ്രത്യേക യോഗങ്ങളും ആ ഓഫീസിൽ വെച്ച് തന്നെ കൂടണമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചത്. മറ്റൊന്ന്, ശബരിമലയിലെ വരുമാനം എത്രയാണെന്നൊക്കെ നമുക്ക് അറിയാം, പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ എത്രയാണ് ചിലവാകുന്നതെന്നോ ഏതെല്ലാം ശീർഷകങ്ങളിലാണ് ചിലവാകുന്നതെന്നോ നിയതമായ ഒരു ബജറ്റ് സാധാരണ ഉണ്ടാവാറില്ല. ബ്രോഡായിട്ടുള്ള ശബരിമല ദേവസ്വം ബോർഡിന്റെ ഒരു ബജറ്റിനകത്ത് കുറച്ച് പൈസ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ കൃത്യമായി ഇന്ന ശീർഷകങ്ങളിൽ ഇത്ര രൂപ എന്ന വിശദമായ ഒരു ബജറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് നമ്മൾ ബോർഡ് തീരുമാനിച്ചത് ശബരിമലയുടെ നടത്തിപ്പിനായിട്ട് വിശദമായിട്ടുള്ള ഒരു ബജറ്റ് പ്രൊവിഷൻ, ഇന്ന ശീർഷകങ്ങളിൽ ഇത്ര രൂപ എന്ന് പറഞ്ഞു പ്രധാനമായിട്ടുള്ള പ്രത്യേക ഒരു ബജറ്റ് ശബരിമല തീർത്ഥാടനത്തിനായി രൂപീകരിക്കുകയാണ്. അതിന്റെ ഒരു ലക്ഷ്യം, അതിന്റെ ഒരു ഔട്ട്കമായിട്ട് എന്തായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, ചെലവിന്റെ മേലുള്ള നിയന്ത്രണം, ആവശ്യമില്ലാത്ത ചെലവുകൾ ഒഴിവാക്കാനുള്ള ഒരു സാധ്യത. 2, വരുമാനത്തിൽ ചോർച്ച ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ചോർച്ച പോകുന്ന വരുമാനം ഇല്ലാതാക്കാനും ഒക്കെ ആ ചോർച്ച ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ആ ബജറ്റ് കൊണ്ടുള്ള പ്രയോജനം. മാത്രവുമല്ല, ഈ കൂടെ ഇങ്ങനെ അഡ്വാൻസ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറും. ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ വരവ് ചെലവ് കണക്കുകൾ നമുക്ക് ഓഡിറ്റ് ചെയ്തിട്ട് കിട്ടാൻ സാധിക്കും. അങ്ങനെ ചില കാര്യങ്ങളിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ വരികയാണ്. മറ്റൊരു കാര്യം, ഈ തീർത്ഥാടനം അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ കച്ചവടക്കാർ ഒരുപാട് ഹോട്ടലുകൾ, ബൂത്തുകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അവർക്കെല്ലാം ഓരോ പരാതികളാണ്. പോലീസുകാർ ഞങ്ങളെ ആളെ അങ്ങോട്ട് വിട്ടില്ല. അത് പറയുന്നതോടൊപ്പം അവർ ചെയ്യേണ്ട പല കാര്യങ്ങളും പലപ്പോഴും ഈ കുത്തക ലേലം എടുക്കുന്നവർ ചെയ്യുന്നില്ല. അത് പ്രധാനമായിട്ടും ശുചീകരണത്തിന്റെ കാര്യത്തിൽ അവിടുത്തെ ജീവനക്കാരുടെ ഹെൽത്ത് സ്റ്റേറ്റസിന്റെ കാര്യത്തിൽ അവര് ഹെൽത്തിന്റെ ക്ലിയറൻസ് എടുത്തോ, അതുപോലെ തന്നെ അവര് ഇലക്ട്രിക്കൽ സേഫ്റ്റി, ഫയർ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് നടത്തിയിട്ടുണ്ടോ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഈ അവ്യക്തത നിലവിലിരിക്കുകയാണ്. അത് നമ്മുടെ ടെൻഡർ ഡോക്യുമെന്റിലുമുണ്ട്, കരാറിലുമുണ്ട്. ഇത് മുഴുവൻ പുനഃപരിശോധിക്കുകയാണ്. ഇപ്പോൾ കിഫ്ബിയോ അല്ലെങ്കിൽ മറ്റു പല സ്ഥാപനങ്ങളും ഒക്കെ ചെയ്യുന്ന പുതിയ തരത്തിലുള്ള ടെൻഡർ വ്യവസ്ഥകളും കരാർ വ്യവസ്ഥകളിൽ കുറച്ച് വ്യക്തതയും ഒക്കെ വരത്തക്ക രീതിയിൽ ഒരു മോഡേൺ ടെൻഡറിംഗ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. ഓബ്ലിഗേഷൻസ് ഉണ്ടാവും, ഞങ്ങൾക്കും ഓബ്ലിഗേഷൻ ഉണ്ടാവും, അവർക്കും ഉണ്ടാവും. അങ്ങനെ അതിനുവേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യാൻ ഏർപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തത്, ശബരിമലയിൽ പൊതുവെ നമ്മളെല്ലാവരും പറയുന്ന പരാതി എന്താണ്? വൃത്തി പോരാ, അവിടുത്തെ ശുചീകരണം പോരാ. ശുചീകരണം സാധാരണ ചെയ്യുന്നത് പത്തനംതിട്ട കളക്ടർ വഴി നമ്മളൊരു വിശുദ്ധി സേന എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ജീവനക്കാർ വരും. അവരവിടെയൊക്കെ തൂത്തുവാരും. അവർ ചൂരം കൊണ്ട് അവിടെയൊക്കെ തൂത്തുവാരൽ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ തൂത്തുവാരലിന് അപ്പുറത്തേക്ക് ശബരിമലയുടെ ശുചീകരണത്തിന് ഉയർത്തണം.
അതിനെന്ത് വേണമെന്ന് വെച്ചാൽ നേരത്തെ തന്നെ കോടതിയും പറഞ്ഞു, നമ്മളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ശബരിമല പ്ലാസ്റ്റിക് ഫ്രീ ആണ്, അത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആവണം, ഈ മാലിന്യങ്ങൾ സോഴ്സിൽ തന്നെ വിഭജിക്കണം, സെഗ്രിഗേറ്റ് ചെയ്യണം, ഇൻസിനറേറ്റർ ഉണ്ട് അവിടെ, ഇൻസിനറേറ്ററിൽ എന്തുകൊണ്ടിടാം, കിട്ടുന്നെല്ലാം കൂടെ കൊണ്ട് ഇൻസിനറേറ്ററിൽ ഇട്ടിട്ട് ഇൻസിനറേറ്റർ തന്നെ കപ്പാസിറ്റിയിലെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞ കരാറിനകത്ത് കരാറുകാരുമായിട്ടുള്ള കരാറിലൊക്കെ തന്നെ അതിൽ ഞങ്ങളുടെ അവിടെ നിന്നുള്ള മാലിന്യം, ഞങ്ങളുടെ ബസ്സിൽ നിന്നുള്ള മാലിന്യം ഒക്കെ തന്നെ സോഴ്സിൽ സെഗ്രിഗേറ്റ് ചെയ്ത് പലതരത്തിലുള്ള ശാസ്ത്രീയമായ രീതിയിൽ അതിനെ കമ്പോസ്റ്റ് ചെയ്യണമെങ്കിൽ കമ്പോസ്റ്റ് ചെയ്യുക, ഇൻസിനറേറ്ററിൽ ഇടണമെങ്കിൽ പ്ലാസ്റ്റിക് അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ പോകണം. ഇതിനൊരു ഡീറ്റെയിൽഡ് പ്രോട്ടോകോൾ തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ടു ദി എക്സ്റ്റെന്റ് ശുചീകരണത്തിന് വേണ്ടി ശബരിമലയുടെ ഒരു പുതിയ ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് മാറ്റുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. യുവതീ പ്രവേശനത്തിൽ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് തിരികെ പോവുകയാണ്. ഈ നിലപാട് കോടതിയിൽ അറിയിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചർച്ചകളാണ് ഇന്ന് ബോർഡ് യോഗത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ എന്താണ് മുൻ നിലപാട് എന്നത് വ്യക്തമാകുന്ന രേഖകൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. ഇത് അഭിഭാഷകനുമായി സംസാരിക്കുമെന്ന കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നേരത്തെ പുറത്തു വന്നത്. എന്തായാലും ഇപ്പോൾ സുപ്രധാന നീക്കം ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. നിലപാട് തിരുത്തുകയാണ് ദേവസ്വം ബോർഡ്. സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് ഈ പുതിയ നിലപാട് അറിയിക്കും. 2018 വിധിക്ക് ശേഷമാണ് ഈ വിധി നടപ്പിലാക്കാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ട് എന്നതുൾപ്പെടെയുള്ള നിലപാട് മാറ്റം, വലിയ രീതിയിൽ ഒരു നിലപാട് മാറ്റം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിൽ നിന്നുള്ളൊരു തിരിച്ചുപോക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് ആചാര സംരക്ഷണത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ രീതിയിൽ ബോർഡിന്റെ നിലപാടിൽ വലിയൊരു യു ടേൺ ഉണ്ടാകുന്നു എന്ന പ്രാധാന്യം കൂടിയുണ്ട്. ഇത് സർക്കാരിന്റെ നിലപാട് മാറ്റത്തിന്റെ തുടക്കമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അറിയണം. എന്തായാലും ഈ പുതിയ നിലപാട് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിന് ജാമ്യമില്ല. ഇരു കേസുകളിലെ ജാമ്യ ഹർജികളും കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ജാമ്യ ഹർജി. ശങ്കരദാസിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കം കോടതി പരിശോധിച്ചിരുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകൾ നീളുന്ന ക്യൂ ആണ് ദർശനത്തിനായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുരക്ഷയ്ക്കായി 4000-ഓളം പോലീസുകാരെ നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും ഇത്തവണയും ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് സ്ഥിരം വരുന്ന ഭക്തർ പറയുന്നത്. ഇവിടെ ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യൂ, അത് ബണ്ട് റോഡ് മുതൽ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ദേവിയെ ഒരു നോക്ക് കണ്ടതിന് ശേഷം നാളത്തെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി. കാരണം നാളെ ഈ പ്രദേശത്തേക്കൊന്നും വരാൻ കഴിയാത്ത അത്ര തിരക്കായിരിക്കും. അതുകൊണ്ട് ഇന്ന് കാണാൻ കഴിയുമെങ്കിൽ കാണാം, ദേവിയെ ഒന്ന് തൊഴാം, ഒന്ന് പ്രാർത്ഥിക്കാം എന്നൊരു പ്രാർത്ഥനയിൽ, ഒന്ന് വിശ്വാസത്തിൽ തന്നെയാണ് ആളുകളെല്ലാം ഇത്രയും മണിക്കൂറുകളായിട്ടുള്ള ക്യൂകളെ പോലും അവഗണിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ചേച്ചി എവിടെന്നാ വരുന്നത്? ഗുരുവായൂരിന്ന് വരുന്നത്. എപ്പോ എത്തി? 5 മണിക്ക് എത്തിയിരിക്കുന്നു. പുലർച്ചെ 5 മണിക്ക്. ക്യൂവിലെപ്പോ കയറി? ക്യൂല് ഒരു 6:30 കയറിയ ക്യൂ ആണ്. അതെ. ഇത്തവണ കുറച്ച് കൂടുതലാണോ തിരക്ക്? പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ എവിടെയാ പൊങ്കാല ഇടുന്നത്? പൊങ്കാല ഇടുന്നത് ഇവിടുന്ന് നമ്മുടെ കല്യാണി ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട്. എന്താണ് ഇത്തവണ പൊങ്കാല ഇടാമെന്ന് തോന്നിയത്? തോന്നിയത് വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സുഖമില്ലാത്ത കാരണം വരാറില്ല. ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം. ഇത് വല്ലാത്തൊരു അനുഭവം കൂടിയാണല്ലേ? അതെ അതെ. സന്തോഷം. വയ്യാത്ത ആൾക്കാരാണ്, സൂറൊക്കെ ഉള്ളതാണ്. എന്നാലും വന്ന് ആ ഒരു പൊങ്കാല ദിവസം നമ്മുടെ അടുത്ത് എത്തില്ല എന്നുള്ളത് എത്തിച്ച് തട്ടെ, അതന്നെ ഭാഗ്യം. ഇവിടെ എത്തിയപ്പോ വയ്യായികയെല്ലാം മാറി, ദേവിയായിട്ട് മാറ്റി. ഇവിടെ വന്ന് പൊങ്കാലയിടുന്നത് എന്റെ മോക്ക് നല്ലൊരു ജീവിതം, കുറച്ച് കല്യാണമെല്ലാം ശരിയായി. അതിന് വളരെ സന്തോഷം. അമ്മയ്ക്ക് നല്ലൊരു മോനെ എനിക്ക് കിട്ടി. 2 മാസത്തിനുള്ളിൽ കല്യാണമാണ്. അപ്പൊ ഇത് എത്രാമത്തെ പ്രാവശ്യം? വർഷങ്ങൾ കൊണ്ട് വരുന്നു, വർഷങ്ങൾ കൊണ്ട്. അമ്മ എനിക്ക് എല്ലാ ദുരിതങ്ങളും മാറ്റി തരുക. ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും അവരുടേതായിട്ടുള്ള ഒരു കാരണങ്ങളുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരുന്ന ദേവി എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം എത്തുമ്പോൾ, ഈ പൊങ്കാല ദിവസങ്ങൾ അടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇവിടേക്ക് വരണം എന്നൊരു ആഗ്രഹം, അത്രയേറെ ആഗ്രഹം. എത്ര വയ്യായികളെ പോലും മാറ്റിവെച്ചുകൊണ്ട് അവർ ഇവിടെ വന്ന് മണിക്കൂറുകൾ നീണ്ട ക്യൂ കണ്ട് നിന്ന് ദേവിയെ തൊഴുത് പിറ്റേ ദിവസം പൊങ്കാല അർപ്പിക്കുന്നു. കൊല്ലം 5 എല്ലാ
എല്ലാ വർഷവും വരാറുണ്ട്. ദേവി എല്ലാ ആഗ്രഹങ്ങളും കുറേശ്ശെ സഫലമാക്കി തരുന്നുണ്ട്. ഇത്തവണ തിരക്ക് കൂടുതലാ, ഒരുപാട് കൂടുതലാ. എല്ലാ വർഷവും ദേവി വന്ന് തൊഴുത ശേഷമാണോ പൊങ്കാലയിടുന്നത്? അടുത്ത വർഷം വരണം. രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല തിരക്കാണ്. മലപ്പുറത്തു നിന്നാണ് വരുന്നത്. അപ്പൊ എന്തായാലും 45 പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വന്നവരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതുപോലെ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലായിടങ്ങളിലും വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ നേരത്തെ നമ്മൾ സംസാരിച്ചവരിലൊക്കെ വിദേശത്തു നിന്ന് വന്നവരുണ്ട്. അവർക്ക് ഈ സമയമാകുമ്പോൾ വരണം എന്ന ആഗ്രഹം അത്രമാത്രമുണ്ട്. ഇങ്ങ് വരുന്നു, ദേവി വരുത്തുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അനുഭവമുണ്ട്. അവരുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേട്ടു, ദേവി കേട്ടു, അത് സാക്ഷാത്കരിച്ചു തന്നു. അതുകൊണ്ട് തന്നെയാണ് അടുത്ത വർഷവും ഈ സമയമാകുമ്പോൾ അവരിവിടെ പൊങ്കാലയിടാൻ വരുന്നത്. എന്തായാലും വലിയ പോലീസിന്റെ സന്നാഹവും ഇവിടെയുണ്ട്. ഏകദേശം 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, നാളെ ഈ പൊങ്കാലയിടുന്ന എല്ലായിടത്തും തന്നെ പോലീസിന്റെ ഡ്രോൺ നിരീക്ഷണവും ഉണ്ടാകും. കുടിവെള്ളം എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയെന്നാണ് മേയർ അടക്കം പറഞ്ഞിരിക്കുന്നത്. കുടിവെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ഭക്തർക്ക് ഈ പൊങ്കാലയിടുന്ന സമയത്ത് അതികഠിനമായ വെയിലാണ്. ആ സമയത്ത് കൃത്യമായി അവർക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിൽ ഗതാഗത നിയന്ത്രണമാണ്. ഉച്ചയ്ക്ക് ശേഷം നാളെ രാത്രി 8 മണിവരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ കൊല്ലവും നമ്മൾ കാണുന്നതാണ് ഈ തിരുവനന്തപുരം നഗരം മുഴുവൻ തന്നെ, നഗരഹൃദയം മുഴുവനും തന്നെ നാളെ സ്ത്രീ ജനങ്ങളാൽ നിറയും. സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെയാണ് നമ്മുടെ ആറ്റുകാലിനെ അറിയപ്പെടുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. നഗരഹൃദയം മുഴുവനും പൊങ്കാല അടുപ്പുകളും സ്ത്രീകളുമായി നിറഞ്ഞ് അവരുടെ ഭക്തി നിറഞ്ഞു കവിയുന്ന ഒരു ദൃശ്യം കൂടിയായിരിക്കും നാളെ ഈ സമയം നമ്മൾ കാണുക. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അങ്ങേറ്റം ഭക്തി നിർഭരമായ കാഴ്ചകളാണ് തിരുവനന്തപുരം നഗരത്തിലാകെയുള്ളത്. പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കും. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 15,565 രൂപ, പവന് 1,24,520 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,850 രൂപ, പവന് 1,02,800 രൂപ. വെള്ളി ഗ്രാമിന് 330 രൂപ, കിലോയ്ക്ക് 3,33,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്.